ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വെക്കേഷൻ വിശേഷങ്ങളുമായിട്ട് ഒരു ഫസ്റ്റ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കുഞ്ഞ് പൂച്ചക്കുട്ടിയുണ്ട്. നമ്മുടെ പൂച്ചേനെ നമുക്ക് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് എത്തിക്കണം. അപ്പോൾ പെറ്റ് കെയറിൽ കൊണ്ടുവന്നാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു മാസത്തെ അവധിയുണ്ട്. ആ അവധിക്ക് നമുക്ക് യാത്രയിൽ ക്യാരി ചെയ്യാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾ വിചാരിച്ചു നല്ല കെയർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കാമെന്ന്. കുറച്ച് വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നതും. നമുക്ക് കുറേ ഇത്രയും ഗ്യാപ്പിന് മാറി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ, ബ്ലാക്കുമായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബ്ലാക്കിയുടെ ഇത് പിന്നെ ഫുഡ് അതൊക്കെ. അപ്പോൾ കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാ നോക്ക്, ബ്ലാക്കിക്ക് ഒന്നും അറിയില്ല. പക്ഷേ ഈ ഒരു ബാസ്ക്കറ്റ് കയറ്റുമ്പോൾ ബ്ലാക്കിക്ക് അറിയാം എവിടെയോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ തിരിച്ചു കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ പറയാനുള്ളത്. നമുക്കും കണ്ടാലേ അറിയാൻ സന്തോഷമാണെന്ന്. അല്ല പൂജ ഇന്നലെ രാത്രി ഒന്ന് ബ്ലാക്ക് മോളിയിലത്തെ നിലയിൽ നിന്ന് ഒന്ന് താഴെ വീണായിരുന്നു കേട്ടോ. അതിൻ്റെ മൂക്കിലൊക്കെ കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ട്, ഒന്ന് ചതഞ്ഞിട്ടുണ്ട്, ചോരയൊക്കെ വന്നായിരുന്നു. അപ്പം മരുന്നൊക്കെ പുരട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വിഷമവും നമുക്കുണ്ട്. ആ വീണേൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്കിനി വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് ആക്കണമല്ലോ, എങ്ങനെയായിരിക്കും, അങ്ങനെ വിട്ടു നിന്നിട്ടില്ല കേട്ടോ ബ്ലാക്ക്. അതിൻ്റെ ഒരു വിഷമവും കൂടി നമുക്കുണ്ട്. മുഖം നോക്കിയാലേ അറിയാൻ സാഡാണെന്ന്. നമ്മൾ വാങ്ങിക്കുമ്പോൾ പെറ്റിനെയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ആവും, ഇത്രയും നമ്മളായിട്ട് അറ്റാച്ച്ഡ് ആവുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ. നമ്മുടെ വീട്ടിൽ ഒരു അംഗമായിട്ട് ബെഡിലൊക്കെ കിടന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയത് ഓടി വന്നു കഴിഞ്ഞ് ഇപ്പോൾ ട്യൂഷൻ കുട്ടികളാണെങ്കിലും അവർക്ക് ബ്ലാക്കിനെ കാണാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഫേവറേറ്റ് ആയിപ്പോയിട്ടോ നമുക്കെല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ വിട്ട് നിൽക്കാനും, അത് കൂടാതെ ഒരു മാസമൊക്കെ വിട്ട് നിൽക്കാൻ ആലോചിക്കാൻ പോലും വയ്യ. എന്നിരുന്നാലും കൊണ്ടുവന്നാക്കിയാലല്ലേ പറ്റൂ, അല്ലാതെ നമുക്ക് വേറെ ഒരു വഴിയും ഇല്ലാത്ത കാരണമാണ് നമ്മളവിടെ കൊണ്ടുവന്നാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ കുറച്ച് ദൂരം പോകണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അവിടെയും ബ്ലാക്കിന് ഇഷ്ടമുള്ള ഒരു കുഞ്ഞിന് ഉണ്ട്. ഇതിനൊന്ന് കാണണം, ബ്ലാക്കിനെ തൊടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അവന്തിക്കും കാത്തിരിക്കുകയാണ് ബ്ലാക്കിനെ കൊണ്ടുവരുന്നതും വീട്ടിൽ കൊണ്ടുവരുന്നതും. അവരുടെ വീട്ടിലൊരു പട്ടിക്കുട്ടിയുണ്ട്, അതിൻ്റെ പേര് ചിപ്പി എന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിനെയും ഒന്ന് കാണണം. സ്വന്തമായിട്ട് അനുകൂടിനുള്ള ഗിഫ്റ്റ് ഇതിലൊന്നും ചെയ്യത്തില്ല. ഇല്ല ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. കൊണ്ടുപോകൂടാ, അവിടെ കൊണ്ടുപോകാം. ട്രെയിനിലല്ലേ പോന്നെ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ആയില്ല. അപ്പോൾ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു ഞങ്ങൾ പോകുമ്പോൾ വിഷ്ണുവിൻ്റെ അവിടെ ആക്കിയിട്ടാണ് ചോദിച്ചോക്കാം. ലിപ്സ്റ്റിക് കൂടി പോയോ എന്നൊരു സംശയം. ഞാൻ കുളിക്കാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ തിരിച്ചു വേറെ ഒരു ഉടുപ്പൊക്കെ ഇട്ട് കോലം കേട്ടാ വന്നത്. ഞങ്ങൾ മര്യാദ കൂടിയാൽ വീണ്ടും അങ്ങനെ അവിടെ ഇരുന്ന് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇവരുടെ വീട്ടിൽ ഒരു ചെറിയൊരു പെറ്റുണ്ട് കേട്ടോ. ഇത് ഡോഗ് കണ്ടില്ലേ, നല്ല ക്യൂട്ടൊരു ഡോഗാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള, ഫസ്റ്റ് ടൈം കണ്ടാലും നല്ല പുറകെ നിന്ന് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പുറകെ വാലാട്ടി വരുമായിരുന്നു. വാവയ്ക്ക് അതിന് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് വാവച്ചിയാണെങ്കിൽ ചിപ്പീനെയും കൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇനിയും ബ്ലാക്കിനെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ വരും, എനിക്ക് ചിപ്പീനെ കാണണം, ചിപ്പീനെ തൊടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ 3 പേരും ഇവിടെ വഴക്കുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര സ്നേഹമുള്ളൊരു ഡോഗ്. രണ്ട് വർഷമായി അവിടെ വിധാനസഭ. ഞങ്ങൾ നാളെ
നമുക്ക് വന്നിട്ട് കണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിഷമത്തോടു കൂടി ബ്ലാക്കിനെ ഇവിടെ കൊണ്ടുവിടാനായിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങളുടെ വർത്തമാനം തീരുന്നില്ലായിരുന്നു, വിശേഷങ്ങൾ തീരുന്നില്ലായിരുന്നു. അവസാനം ഓർത്തത് അയ്യോ ഞങ്ങൾ ബ്ലാക്കിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ബ്ലാക്കിനെ എടുത്ത് അങ്ങോട്ടേക്ക് യാത്രയായി. പിന്നെ അടുത്ത വിശേഷമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ ബൈ ബൈ.